സിജോ വിജോനുണ്ട് വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്ന്. സിജോ, രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണ് എന്നാണ് ഇനി അന്വേഷണ സംഘത്തിന് അറിയേണ്ടത്. ഇപ്പോൾ മുൻകൂർ ജാമ്യ ഹർജി നിരസിച്ചിരിക്കുന്നു. ഇനി അദ്ദേഹത്തിന് അറസ്റ്റിലാവുകയല്ലാതെ വേറെ നിവൃത്തിയില്ല. അദ്ദേഹം മേൽക്കോടതിയെ സമീപിച്ചെങ്കിൽ തന്നെയും. പക്ഷേ ഇപ്പോൾ നേരത്തെ സാജിദിന്റെ റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് പോലെ അദ്ദേഹത്തിന് ഫോൺ സ്വിച്ച് ഓൺ ആവുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തെ പിടികൂടുന്നതിന് പ്രയാസമുണ്ടാകില്ലല്ലോ. അദ്ദേഹത്തിന്റെ കൂടെയാണ് ഈ ഫോൺ ഉള്ളതെങ്കിൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷയെ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ഒരു സാധ്യത കൂടി പരിശോധിക്കുന്നുണ്ട്. അല്പസമയത്തിനും തന്നെ ഇതിന്റെ കോടതിയുടെ ഉത്തരവിന്റെ പകർപ്പ് ലഭിക്കും. ആ പകർപ്പിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കിയിട്ടുള്ളത് എന്ന് പരിശോധിച്ചതിന് ശേഷം മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ടാണ് രാഹുലിന്റെ തീരുമാനം. രാഹുൽ എന്തായാലും ഹൈക്കോടതിയിലെ അഭിഭാഷകരുമായി ഇപ്പോൾ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. അതിന്റെ സാധ്യത പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നത്. ഇനി യാതൊരു തരത്തിലുള്ള സാധ്യതയും മുൻകൂർ ജാമ്യം കിട്ടാൻ ഇല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും കോടതിയിൽ കീഴടങ്ങാനുള്ള ശ്രമമായിരിക്കും നടത്തുക. കാരണം അന്വേഷണ സംഘത്തിനുള്ളിൽ അറസ്റ്റിലായാൽ കസ്റ്റഡിയിൽ എടുക്കുന്ന സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായും വിശദമായ ചോദ്യം ചെയ്യലിലേക്കും മറ്റു നടപടികൾ ഇമ്മീഡിയറ്റ്ലി പോകും. അത് മാത്രമല്ല, ഇതിപ്പോൾ മുൻകൂർ ജാമ്യം ലഭിക്കാത്ത സാഹചര്യത്തിൽ അത് മാധ്യമങ്ങളിലൂടെ വലിയ ചർച്ചകളിലേക്കും വഴിവെക്കുകയും ചെയ്യും. അതുകൊണ്ട് കോടതിയിൽ കീഴടങ്ങി കഴിഞ്ഞാൽ പിന്നീട് റിമാൻഡ് ചെയ്യും. അതിനുശേഷം വിശദമായ ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് പോകാനുള്ള കാര്യമുണ്ട്. പക്ഷേ അന്വേഷണ സംഘം ശ്രമിക്കുന്നത് രാഹുൽ കീഴടങ്ങുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി മേൽക്കോടതിയെ സമീപിക്കുന്നതിന് മുമ്പേ അറസ്റ്റിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുള്ള തെരച്ചിലാണ് ഊർജിതപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോഴും കർണാടകത്തിലുണ്ടെന്നുള്ള സൂചനകളാണ് ലഭിച്ചിരിക്കുന്നത്. കർണാടകം കേന്ദ്രീകരിച്ചാണ് കൂടുതൽ അന്വേഷണം നടക്കുകയും ചെയ്യുന്നത്. എവിടെ രാഹുലിന്റെ സാന്നിധ്യം ഉണ്ടായാലും അവിടെയൊക്കെ മുൻകൂർ അനുമതി ഇല്ലാതെ തെരച്ചിൽ നടത്തുന്നതിനും ആരെ വേണമെങ്കിലും കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യാനുള്ള നിർദ്ദേശവും അല്ലെങ്കിൽ ഒരു അനുമതിയും അന്വേഷണ സംഘം ഇപ്പോൾ ഇത് തെരച്ചിൽ നടക്കുന്ന ആളുകൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. സിജോ, അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിനെ, ഡ്രൈവറെ ഒക്കെ കസ്റ്റഡിയിൽ എടുക്കുന്നു. പക്ഷേ വളരെ നേരത്തെ തന്നെ രാഹുൽ പാലക്കാട് വിട്ടതായി, ആ കാറിൽ അദ്ദേഹം കടന്നു കളഞ്ഞതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഈ CCTV-കളൊക്കെ ഉള്ള ഇക്കാലത്ത് പിടികൂടാൻ എന്താണ് ഇത്ര അമാന്തം? കേരളത്തിലാണെങ്കിൽ പോലീസിന് ഏത് സ്ഥലങ്ങളിലും എപ്പോഴും കയറി ചെന്ന് പരിശോധന നടത്താം. പക്ഷേ ഇപ്പോൾ ഉള്ളത് കർണാടകത്തിലാണെന്നുള്ള സൂചനയാണുള്ളത്. കർണാടകത്തിൽ രാഹുൽ എത്തിയതിനു ശേഷം അവിടെ വലിയ രീതിയിലുള്ള പിന്തുണ കിട്ടുന്നുണ്ട്. പിന്തുണ എന്ന് പറയുന്നത് അവിടെ സഹായങ്ങൾ കിട്ടുന്നുണ്ട്. ഒരു രാഷ്ട്രീയ നേതാവാണ്, നമുക്കറിയാം. കോൺഗ്രസിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. കോൺഗ്രസിന്റെ മറ്റു പല നേതാക്കളുമായും അത്രയും ആത്മബന്ധമുള്ള ആളുമാണ്. അങ്ങനെ കർണാടകത്തിലെ പല കോൺഗ്രസ് നേതാക്കളുമായും അവിടെ സഹായത്തോടു കൂടിയാണ് ഇയാൾ പലയിടങ്ങളിലായി ഒളിവിൽ കഴിയുന്നുള്ള ചില സൂചനകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. രാഹുൽ എത്തുന്ന സ്ഥലങ്ങളിലേക്ക് അന്വേഷണ സംഘത്തിന് എത്താൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇവർ വരുന്നു എന്നുള്ള വിവരം ലഭിക്കുന്ന തുടർന്ന് ഇവർ അടുത്ത സ്ഥലത്തേക്ക് കടന്നു കളയുകയാണ് ചെയ്യുന്നത്. എന്തായാലും വൈകാതെ തന്നെ രാഹുലിനെ പിടികൂടാൻ സാധിക്കും എന്നൊരു പ്രതീക്ഷയാണ് അന്വേഷണ സംഘത്തിനുള്ളത്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേക ടീമിനെ തന്നെ നേരത്തെ നിയോഗിച്ചിരുന്നു. പക്ഷേ ഇതുവരെയും പിടികൂടാൻ പറ്റാത്ത സാഹചര്യത്തിൽ അതിന്റെ സംഘത്തിന്റെ എണ്ണം കൂട്ടിയിട്ടുണ്ട്, ആളുകളുടെ എണ്ണം കൂട്ടിയിട്ടുണ്ട്. കൂടുതലിടങ്ങളിൽ ഇപ്പോൾ പരിശോധന നടക്കുന്നു എന്നാണ് നമുക്കറിയാൻ ലഭിക്കുന്നത്.